അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, കാരണം ഈ പ്രസ്ഥാനത്തിൽ ഇരുന്ന് കൊണ്ട് ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുക, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് ചെയ്യാണ്, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ അംഗത്വം വഹിക്കണ ആളെന്ന് പറയുമ്പം അവന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ അവൻ വല്ല കള്ളോ കഞ്ചാവോ വലിച്ചിട്ട് പുറത്താവില്ലേ നല്ലത്. മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും സമാധാനക്കേടാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ അവർ ഇതിൻ്റെ നിയമങ്ങൾ ഒന്നും അനുസരിക്കണില്ല. പക്ഷെ ഒളിഞ്ഞും പാത്തും ആയതുകൊണ്ട് അവരെ വിചാരം അവർ ഇതിൻ്റെ അംഗത്വത്തിലിരിക്കണമെന്നാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആർക്കും ഒന്നും ഒളിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ കള്ളത്തരത്തിലൂടെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നല്ല, എന്ത് കള്ളത്തരത്തിലൂടെ എന്ത് പ്രവൃത്തി ചെയ്താലും അത് കള്ളത്തരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ശരീരത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള രോഗങ്ങളും ബ്ലോക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ജീവനോടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും രോഗമുണ്ടല്ലോ എന്ന് സമാധാനിക്കുക എന്നല്ലാതെ, രോഗവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ അംഗമായിട്ടില്ല. ആ സംഘടനയുടെ ഒരു അംഗത്വം പൈസ കൊടുത്ത് നിലനിർത്തി പോരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ അനുഭാവി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അനുഭവങ്ങളെ അറിയാൻ സാധിക്കണവനാണ്. അപ്പോൾ അവൻ്റെ തെറ്റ്, അവൻ ചെയ്യുന്ന പ്രവൃത്തി അവൻ തിരുത്തും. അതിന് വേറെ ആരെയും സഹായം വേണ്ട. അപ്പോൾ ഇപ്പം സ്വയമായിട്ട് തിരുത്താൻ കഴിവില്ലെങ്കിൽ ആരാണോ അതിന് തിരഞ്ഞെടുത്തത് ഗുരുവായിട്ട്, അവർ പറയുന്നത് 100% സത്യസന്ധതയോടെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഷ്ടപ്പാടുണ്ടാവില്ല. വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിർത്തിയിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി നേരായ മാർഗത്തിൽ പോരാടുക.